ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതത്തിലേക്ക് കൂടി ദൈവം നമ്മളെ കൈപിടിച്ചുയർത്തുകയും ഇന്ന് നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ഈശോ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ ദിവസമായി മാറട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 23-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവായ ദൈവം നിൻ്റെ ഇടയനും നാഥനും രക്ഷകനും എല്ലാമാകുമ്പോൾ, ദൈവമാണ് നിന്നെ മുൻപോട്ട് നടത്തുന്നതെങ്കിൽ നിനക്കുണ്ടാകാൻ പോകുന്ന സമൃദ്ധി എന്തായിരിക്കും? നിൻ്റെ ജീവിതം എങ്ങനെ പ്രോസ്പർ ചെയ്യും? പ്രോസ്പെരിറ്റി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെ കടന്നു വരുമെന്ന് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുകയാണ്. നിനക്കാരെല്ലാം ശത്രുക്കളുണ്ടായാലും ആ ശത്രുക്കളുടെ എല്ലാം മുൻപിൽ നിന്നെ ഉയർത്തി നിർത്തിക്കൊണ്ട് അവിടെ നിനക്ക് വിജയം നേടിത്തന്നുകൊണ്ട് സമൃദ്ധിയുടെ ഒരു വിരുന്ന് നിനക്ക് ഞാൻ ഒരുക്കും. വിജയശ്രീലാളിതനായി ആരെല്ലാം വരുമോ അവർക്ക് വേണ്ടിയാണ് നമ്മൾ മീറ്റിങ്ങുകളും അതിന് ശേഷം അവർക്ക് വലിയ ഫീസ്റ്റുകൾ തയ്യാറാക്കുന്നു, വിരുന്നൊരുക്കുന്നു, അവരെ ബഹുമാനിക്കുവാൻ. ദൈവം പറയുകയാണ്, നിൻ്റെ മുന്നിൽ എത്ര ശത്രുക്കളുണ്ടായാലും ആരെല്ലാം നിനക്കെതിരെ പ്രവർത്തിച്ചാലും അവരുടെ മുന്നിൽ നിന്നെ ആദരിക്കത്തക്കവണ്ണം ഞാൻ വലിയ വിരുന്നൊരുക്കിത്തരും. രാജാക്കന്മാരെ വാഴിക്കുമ്പോഴും സമൂഹത്തിൻ്റെ ഉന്നത മേഖലയിലേക്ക് ഓരോ വ്യക്തി വാഴിക്കുന്ന സമയം, അവർക്ക് ആ സ്ഥാനം കൊടുക്കുന്ന സമയം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ് ശിരസിൽ തൈലം പൂശുക. അതേപോലെ നീ എവിടെയായിരിക്കുന്നു ആ ദേശത്ത് നിന്നെ ആ ദേശത്തിൻ്റെ ഒരു അധിപനാക്കി, ആരും ആദരിക്കുന്ന ഒരു വ്യക്തിയാക്കി നിന്നെ ഞാൻ ഉയർത്തും. നീ എത്ര ഭക്ഷിച്ചാലും കുടിച്ചാലും ഒരിക്കലും നിൻ്റെ ഭവനത്തിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല. സമൃദ്ധമായിട്ട് നിൻ്റെ ഭക്ഷ്യവസ്തുക്കളാണേലും സമ്പത്താണേലും എന്തെല്ലാം നിനക്ക് ആവശ്യമുണ്ടോ അതെല്ലാം സമൃദ്ധമാക്കി ഞാൻ തരും. എത്ര സ്നേഹനിധിയായ ദൈവത്തെക്കുറിച്ചാണ്, ആ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ചാണ് ഈ ദൈവവചനം നമ്മളോട് സംസാരിക്കും. ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടാണ് നമ്മൾ അന്യദേവന്മാരുടെ പുറകെ പോകുന്നത്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുക. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമ്മൾക്കുണ്ട്. നീ ഒന്നിനെക്കുറിച്ചും ഓർത്ത് ഭയപ്പെടേണ്ട. നീ ആ കർത്താവിൻ്റെ ഒപ്പം ഒന്ന് യാത്ര ചെയ്യുവാൻ തുടങ്ങിയാൽ മതി. എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ആ ദൈവം നിന്നെ കൈപിടിച്ചുയർത്തും, നിന്നെ വാഴിക്കും. ആ ദേശത്ത് നിന്നെ ഒരു അനുഗ്രഹമാക്കി ഉയർത്തും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും കരുണയും സമൃദ്ധിയായിട്ട് നിങ്ങളുടെ മേലുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കട്ടെ.
ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.